ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാൻ അലവിക്കുട്ടി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബംഗാളി കുൽച്ചയാണ്. അപ്പോൾ നിങ്ങളത് കോമഡിയിലൊക്കെ കേട്ട് കാണും, മൊലാലി കുൽച്ച. അപ്പോൾ ആ കുൽച്ചൻ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് മൈദപ്പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ ഓയിൽ, 1 കപ്പ് പാല്, ഇളം ചൂടോട് കൂടിയുള്ള 1 കപ്പ് പാല്, എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. എന്നതിന് ശേഷം പോരാത്തത് അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്ത് സെറ്റ് ചെയ്യുക. ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഓയിൽ പുരട്ടിയിട്ട് ഇത് അതിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വെക്കാനുള്ളൊരു ഫില്ലിങ് റെഡിയാക്കാണ്. ഉരുളൻകിഴങ്ങ് പുഴുങ്ങി നന്നായി ഉടച്ചെടുത്താണ്. ഇതിലേക്ക് ഉള്ളി, ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, 1 സ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ച് നല്ല ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഓരോ ഉരുള ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കാൻ സൗകര്യമായിരിക്കും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് ഒന്ന് നോക്കാം. അപ്പം നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇതെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ബോൾസ് ആക്കി എടുത്തതിന് ശേഷം അത് ഒരു ബോൾസ് എടുത്തിട്ട് അതിൽ നിന്നൊരു കുമ്പിളുമാതിരി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് നന്നായി കവർ ചെയ്യാൻ വേണ്ടും. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് ശരിക്കും കവർ ചെയ്ത് നിൽക്കണം. കവർ ചെയ്ത് നിന്നതിന് ശേഷം കയ്യിലിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് ബലം പിടിച്ച് പരത്തരുത്. പരത്തിയാൽ അത് പൊട്ടിപ്പോകും. എന്നതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കരിഞ്ജീരകവും മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് വളരെ നൈസായ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. വളരെ ലേറ്റായ രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കരിഞ്ജീരകവും മല്ലിച്ചപ്പും ഇട്ടതിന് ശേഷം വളരെ നൈസായ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരുപാട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കേടായി പോകും. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഫില്ലിങ്സ് വെക്കുക, ഇതുപോലെ പരത്തിയെടുക്കുക. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളത്തിലാണ്, ഓയിലല്ല. ഓയിൽ വളരെ കുറച്ച് അളവിലാണ് ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ ഇത് പരത്തി വെച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. ഈ കുൽച്ച എന്നിട്ട് കുറച്ച് അടച്ച് വെക്കുക. അടച്ച് വെച്ച് വരുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും ഈ വെള്ളത്തിൻ്റെ ആവി കൊണ്ട്. എന്നതിന് ശേഷം ആ ടോപ്പ് എടുത്ത് മാറ്റിയതിന് ഇത് മറിച്ചിട്ടിട്ട് മേലെയും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടിയിലും ഇതുമാതിരി മറിച്ചിട്ടിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം അങ്ങോട്ട് കൂടി മറിച്ചിട്ട് കൊടുക്കുക. നേരത്തെ മൂടി വെച്ചതിൽ തന്നെ അത് വെന്തിട്ടുണ്ടാവും. ഇന്ന് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ ആലു കുൽച്ച ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. ഇത് വടക്കേ ഇന്ത്യക്കാരുടെ, നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഐറ്റംസാണ്. ഇതുപോലുള്ള സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അബു ഷൈമ കിച്ചൻ